ദിനത്തിൽ അതിദരിദ്രർ ഇല്ലാത്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കാൻ ഒരുങ്ങി സർക്കാർ. നാളെ തിരുവനന്തപുരത്താണ് ചടങ്ങ്. 64,000 കുടുംബങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമാക്കാൻ കഴിഞ്ഞെന്ന് മന്ത്രി എം ബി രാജേഷ് പറഞ്ഞു. ഇരുട്ടുകൊണ്ട് ഓട്ടയടിക്കുന്ന കള്ളക്കണക്കാണിത് എന്ന് സർക്കാരിനെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിമർശിച്ചു. അതിദരിദ്രർ ഇല്ലാത്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കുകയാണ് സർക്കാർ. അതിദാരിദ്ര്യം ഇല്ലാതാക്കാനുള്ള നടപടികൾ സർക്കാർ തുടങ്ങിയത് 2021-ൽ. 4 വർഷത്തിനിപ്പുറം 64,006 കുടുംബങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമാക്കാൻ കഴിഞ്ഞെന്ന് സർക്കാർ അവകാശപ്പെടുന്നു. പലതരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയാണ് അതിദരിദ്രരെ കണ്ടെത്തിയതെന്ന് മന്ത്രി എം ബി രാജേഷ് പറഞ്ഞു. സർക്കാർ കൃത്യമായ പ്രക്രിയയിലൂടെയാണ് ഇക്കാര്യങ്ങളെല്ലാം ചെയ്തതെന്നും ഇതറിയാതെയാണ് വിദഗ്ധർ ചോദ്യങ്ങൾ ഉന്നയിച്ചതെന്നും മന്ത്രി എം ബി രാജേഷ്. ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ ഗവൺമെന്റ് കേരളം അതിദാരിദ്ര്യമുക്തമായി എന്ന് പ്രഖ്യാപിക്കുകയല്ല ചെയ്തത്. 19 പേജുള്ള ആ മാർഗരേഖ വായിച്ചിരുന്നെങ്കിൽ ഈ കത്തിലുള്ള ഒരു ചോദ്യം പോലും ചോദിക്കുമായിരുന്നില്ല. അതേസമയം സർക്കാരിനെതിരെ പ്രതിപക്ഷം രംഗത്ത് വന്നു. എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതിദരിദ്രരെ കണ്ടെത്തിയതെന്ന് വി ഡി സതീശൻ ചോദിച്ചു. LDFന്റെ പ്രകടന പത്രികയിൽ 4.5 ലക്ഷത്തോളം പരമദരിദ്രർ ഉണ്ടെന്നായിരുന്നു പറഞ്ഞത്. ഇപ്പോൾ അതെങ്ങനെ 64,000 കുറഞ്ഞെന്നും പ്രതിപക്ഷത്തിന്റെ ചോദ്യം. മാനിഫെസ്റ്റോയിൽ പറയുന്നത് പരമദരിദ്രർ. ഇതെന്താണിത്? ദരിദ്രരിൽ അതിദരിദ്രർ ഒരു കാറ്റഗറി, പരമദരിദ്രർ വേറൊരു കാറ്റഗറി, പിന്നെ അതീവ ദരിദ്രർ വേറൊരു കാറ്റഗറി, അഗതികൾ വേറെ കാറ്റഗറി. എന്താ ഇത്? അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം സർക്കാരിന്റെ നേട്ടമെന്ന് അവകാശപ്പെടുമ്പോഴും കണക്കുകൾ നിരത്തി സർക്കാർ വാദത്തെ തള്ളുകയാണ് പ്രതിപക്ഷം. മീഡിയ 1 തിരുവനന്തപുരം. കേരളത്തെ അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്ന സർക്കാരിനോട് നിയമസഭാ രേഖ ഉയർത്തി ചോദ്യവുമായി പ്രതിപക്ഷം. അതിദാരിദ്ര്യ വിഭാഗത്തിലുള്ള എത്ര പേർക്ക് റേഷൻ കാർഡുകൾ ഉണ്ടെന്ന ചോദ്യത്തിന് 5 ലക്ഷത്തിൽ പരം AAY കാർഡുകൾ ഉണ്ടെന്നായിരുന്നു സർക്കാർ നൽകിയ മറുപടി. അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ടവർക്കായി പുതിയ അപേക്ഷ സ്വീകരിക്കുന്നുണ്ടെന്നും മറുപടിയിൽ പറഞ്ഞു. നിയമസഭയിൽ മന്ത്രി GR അനിൽ രേഖാമൂലം നൽകിയ മറുപടി ആയുധമാക്കിയാണ് സർക്കാരിനോട് പ്രതിപക്ഷത്തിന്റെ ചോദ്യം. സംസ്ഥാനത്ത് 5,91,194 AAY റേഷൻ കാർഡ് നിലവിലുണ്ടെന്ന് സർക്കാർ നിയമസഭയിൽ പറഞ്ഞ മറുപടി പ്രതിപക്ഷം പുറത്തുന്നയിച്ചു. പാലക്കാട് ജില്ലയിൽ മാത്രം 49,530 കുടുംബങ്ങൾ അതിദാരിദ്ര്യ വിഭാഗത്തിൽപ്പെട്ട റേഷൻ കാർഡിന്റെ ഉടമകളാണെന്നും സർക്കാരിന്റെ ഉത്തരത്തിലുണ്ട്. അതിദരിദ്രർക്കുള്ള പുതിയ റേഷൻ കാർഡ് അപേക്ഷകൾ ഇപ്പോഴും സ്വീകരിക്കുന്നുണ്ടെന്ന് മന്ത്രി നിയമസഭയെ അറിയിച്ചത് കഴിഞ്ഞ മാസം 30-ന്. അതിദരിദ്രർ ഇല്ലാത്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്ന സമയത്താണ് നിയമസഭയിലെ സർക്കാരിന്റെ ഉത്തരമുയർത്തി പ്രതിപക്ഷത്തിന്റെ ചോദ്യം. 5,90,000 പേര്, അവരെല്ലാം ദാരിദ്ര്യ രേഖയിൽ നിന്നും ഈ അതീവ ദാരിദ്ര്യത്തിൽ നിന്നും മാറിയെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് അവർക്ക് കൊടുക്കുന്ന പ്രത്യേക റേഷൻ നിർത്തുമെന്നാണ് സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രഗത്ഭരുമായിട്ടുള്ള ആളുകൾ കൊടുത്തിരിക്കുന്ന സർക്കാരിനോട് കൊടുത്തിരിക്കുന്ന കത്തിൽ പറഞ്ഞിരിക്കുന്നത്. നിയമസഭയിൽ സർക്കാർ പറഞ്ഞത് കള്ളമാണോ എന്നും പ്രതിപക്ഷം ചോദ്യമുന്നയിച്ചു. കള്ളക്കണക്കുകൾ ഉയർത്തി ജനങ്ങളെ പരിഹസിക്കുകയാണ് സർക്കാരെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. മീഡിയ 1 തിരുവനന്തപുരം.